അപ്പോൾ ഈ താല്പര്യമില്ലാത്ത ഡോക്ടറായതാണ് ഇപ്പോൾ നമ്മുടെ രാജ്യത്തിന്റെ ശാപം. ഏത് ചികിത്സ കൊണ്ടാണ് ഒരാൾ രക്ഷപ്പെടുക എന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് അക്യുപഞ്ചർ മോശം പറയാൻ പറ്റും, യുനാനി മോശം പറയാൻ പറ്റും, സിദ്ധ മോശം. അതുകൊണ്ട് നമ്മൾ മറ്റുള്ള സിസ്റ്റത്തെ ബഹുമാനിക്കണം. സർ, എ കമ്മിറ്റഡ് ഡോക്ടർ, സാറിന് എ കമ്മിറ്റഡ് ഡോക്ടർ ഓർ എ ഹീലർ ലൈക്ക് യു മസ്റ്റ് എക്സ്പ്ലോർ ആൾ അവന്യൂസ് ടു പ്രൊവൈഡഡ് മാക്സിമം റിലീഫ് ടു യുവർ ക്ലയന്റ്. നിങ്ങളുടെ സിസ്റ്റം മാത്രം തരിക, അതിന് എക്സ്പ്ലോർ ദ ആൾ അവന്യൂസ്. നിങ്ങൾ എല്ലാ വഴികളും തിരയണം. കുറച്ച് ചോദ്യങ്ങൾ എന്നെ ചോദിക്കണമെന്നില്ല, ഇവിടെ അത്രയും പ്രഗത്ഭന്മാരോട് ചോദിച്ചാൽ മതി. സർ പ്ലീസ് പറഞ്ഞോളൂ, ഒന്ന് മുമ്പിലേക്ക് വരും. ICU വെന്റിലേറ്ററിലിട്ട് ചാവണ്ട. നിങ്ങളുടെ മുത്തശ്ശിമാർ ആരെങ്കിലും മരിക്കാൻ കിടക്കി വീട്ടിൽ നല്ല സ്നേഹവും വാത്സല്യമൊക്കെ കൊടുത്ത് ദൈവത്തോട് പ്രാർത്ഥിച്ച് ഭക്ഷണം കൊടുത്ത് നിങ്ങൾ ആശുപത്രിയിൽ കാശ് കൊടുക്കാതെ മരിപ്പിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. മരിക്കാൻ വേണ്ടി ലക്ഷങ്ങൾ എന്തിനെങ്കിലും മുടക്കണം. ആരെങ്കിലും ചാവാൻ വേണ്ടി വെന്റിലേറ്ററിൽ നമ്മൾ കുറെ പണം വാങ്ങണം. ഡോക്ടർ, ഞാൻ ഡോക്ടറേറ്റ് കൊടുത്ത ഡോക്ടർ, ഈ വിദ്വാൻ കിഡ്നിയിലെ കല്ല്, ഗാൾ ബ്ലേഡറിലെ കല്ല്, സ്പ്ലീനിലെ കല്ല്, മൂത്രസഞ്ചിയിലെ കല്ല്, ഈ കല്ലിനുള്ള 700 കൊല്ലങ്ങൾക്ക് മുമ്പ് തന്നെ ഒരു വിദ്വാൻ കണ്ടുപിടിച്ചിരുന്നു. ബീറ്റ്റൂട്ട് ജ്യൂസ്, ഫ്രഷ് ബീറ്റ്റൂട്ട് ജ്യൂസ് 3 തവണ കഴിച്ചാൽ ഈ കല്ല് പൊടി. ടീച്ചർ കാര്യം മനസ്സിലാക്കിയെന്ന് കരുതുന്നു. ഈ ബീഫ് നിങ്ങൾ ചോദിച്ചത് വളരെ നന്നായി. ഇതിന്റെ മരുന്ന് കണ്ടുപിടിച്ച ഒരു തലയും കൂടി ഉണ്ട് ICMR നോട്ട് ചെയ്തോളൂ. നിങ്ങൾ മെനോപോസ് സമയത്ത് സഹോദരിമാരെ ഒരു വിറ്റാമിൻ്റെ കുറവ് കൊണ്ടാണ് ഈ മൂഡ് സ്വിങ്സും ഡിപ്രഷനും അതുപോലെ മെൻസ്ട്രൽ പെയിനും അതുപോലെ നിങ്ങളുടെ ശരീരത്തിൽ കൃത്യമായിട്ട് സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന ഹോർമോണിന്റെ പേരാണ് ഇസ്ട്രാഡിയോൾ, ലൂട്ടിനൈസിങ്, ടെസ്റ്റോസ്റ്റിറോൺ, പ്രൊജസ്ട്രോൺ. ഈ 4 ഹോർമോൺ ശരിക്കും ഉൽപ്പാദിപ്പിക്കാത്തത് കൊണ്ടാണ് ഈ മൂഡ് സ്വിങ്ങും ഡിപ്രഷനും വരുന്നതെന്നാണ് ഞങ്ങളുടെ കണ്ടെത്തൽ. ഇതിനൊരു വിറ്റാമിൻ ഉണ്ട്, അത് പ്രകൃതിയിൽ ഏതാ കിട്ടുകയെന്ന് നിങ്ങൾ ചോദിച്ചാൽ മതി. ഈ മരുന്ന് കണ്ടുപിടിച്ച വ്യക്തി എഴുതിക്കൊള്ളും, B5. റോജർ വില്യംസ് എന്ന ശാസ്ത്രജ്ഞനാണ് ഈ മരുന്ന് ആദ്യമായിട്ട് കണ്ടുപിടിച്ചത്. പക്ഷെ ആ മരുന്നാണ് അതിന് പ്രയോജനമാകുമെന്ന് കണ്ടുപിടിച്ചത് എൻ്റെ ബുദ്ധിയും. അതിൻ്റെ പേരാണ് കാൽസ്യം പാൻറ്റോത്തനിക് ആസിഡ്. ഇത് മെൻസസ് സമയത്ത് സ്ത്രീകൾ ഈ പ്രത്യേകിച്ച് കാൽസ്യം പാൻറ്റോത്തനിക് ആസിഡ് എന്നാണ് റോജർ വില്യംസ്. പക്ഷെ ഞങ്ങൾ മെഡിക്കൽ ഷോപ്പിൽ ചെന്നാൽ ഇവിടെ സൺഫാർമയിലൊക്കെ ഉണ്ടാക്കും, അല്ലെങ്കിൽ കാൽസ്യം പാൻറ്റോത്തനിക്, അത് വെറും PANTOTHENIC പാൻറ്റോത്തനിക്. ഇത് രാവിലെ ഉച്ചയ്ക്ക് ഇത് ആമസോണിലും കിട്ടും, ഇവിടെ തിരുവനന്തപുരത്തെ സൺഫാർമ പോലുള്ള ചില കടകളിലും കിട്ടും. അവിടെ ഞാൻ വേറെ എവിടെ ഇത് കണ്ടില്ല, കാരണം ഈ മരുന്ന് ആരും കുറിച്ച് കൊടുക്കുന്നില്ല. ഇതിന്റെ കുറവ് കൊണ്ടാണ് മെൻസ്ട്രൽ പെയിൻ, മെൻസസ് നീണ്ടുപോവുക, സ്ത്രീകളുടെ ഈ മെൻസസ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ. വേറൊരു കാര്യം കൂടി, ഈ മരുന്നിന് വേറൊരു ഗുണം കൂടി, ഇതിന്റെ കഷണ്ടി ഞാൻ കണ്ടുപിടിച്ച മരുന്നാണ്. നിങ്ങളുടെ തലയിൽ താരനുണ്ടാകുന്നതും കഷണ്ടി വരുന്നതും അതുപോലെ തന്നെ വേറൊരു പ്രശ്നം കൂടി ഇത് കുറഞ്ഞ വരും. നമ്മുടെ കാലിലോട്ടുള്ള സീലിയാക് ന്യൂറോപ്പതി, കാലിലോട്ടുള്ള ന്യൂറോപ്പതി, കാലിന്റെ വേദനയും ഈ പാൻറ്റോത്തനിക് ആസിഡ് ആണുങ്ങൾക്ക് ഉപയോഗിക്കുക, സ്ത്രീകൾക്കും. ഇതിന് ഒരുപാട് ഇത് റോജർ വില്യംസ് എന്ന ശാസ്ത്രജ്ഞനാണ് ഈ വിറ്റാമിൻ കണ്ടുപിടിച്ചത്, B5 പാൻറ്റോത്തനിക് ആസിഡ്. ഒപ്പം ഒരു കാര്യം കൂടി, നല്ല പോഷകാഹാരമുള്ള ഭക്ഷണം, അതുപോലെ ഈ പ്രൊജസ്ട്രോണും ലൂട്ടിനൈസിങ്ങും ഒക്കെ കഴിക്കാനുള്ള ന്യൂട്രിയൻസ് അടങ്ങിയ ഭക്ഷണം കഴിക്കലാണ് ഇതിന്റെ ഡയറ്റ്. ഒരു കാര്യം കൂടി, നിങ്ങൾ വെളുത്ത അരിയും വെളുത്ത ഗോതമ്പും വെളുത്ത പഞ്ചസാരയാണ് ഇപ്പം ഞാൻ കണ്ട 3 വർഷം. ദയവ് ചെയ്ത് ഇങ്ങനെയുള്ള രോഗികൾ ഈ പോളിഷ് ചെയ്യാത്ത അൺപോളിഷ്ഡ് മില്ലറ്റ്സ്, ഇപ്പം മില്ലറ്റ് ഇയർ ആണ്, നിങ്ങൾ കോറ, ചാമ, ചോളം, കമ്പ്, തിന, യവം, കുതിരവാലൻ തുടങ്ങിയിട്ടുള്ള മില്ലറ്റുകൾ, തവിട് കളയാത്ത, അതിൽ ഫോക്സ് ടെയിൽ മില്ലറ്റ് ആണ് സ്ത്രീകൾക്ക് ഏറ്റവും നല്ലത്. ഫോക്സ്, അത് തിനാന്നാ പറയുക. അതിൽ ഈ മെനോപോസും നിങ്ങളിപ്പോൾ ഈ പറഞ്ഞ ടീച്ചറുടെ പ്രശ്നങ്ങളൊക്കെ ഫോക്സ് ടെയിൽ മില്ലറ്റ്, തിന, അതിനെന്താ തിരുവനന്തപുരത്ത് പറയാമെന്നൊന്നും എനിക്കറിയില്ല. കോറയ്ക്ക്. അതുപോലെ നിങ്ങൾ പഞ്ചസാര കഴിക്കരുത്, വെളുത്ത അരി തിന്നരുത്, വെളുത്ത ഗോതമ്പും. നിങ്ങൾ അതിന് പറയാം മില്ലറ്റുകൾ കഴിക്കുക, ധാന്യങ്ങൾ. ടീച്ചർ കാര്യം മനസ്സിലാക്കിയെന്ന് കരുതുന്നു. ഈ B5 അതിന്റെ സ്ത്രീകൾക്ക് അറിയില്ല. ഈ മരുന്ന് ഒരു ഡോക്ടർ ഇന്ത്യയിൽ കുറിച്ചു കൊടുക്കുന്നില്ല, അതിലല്ലേ പറ്റിയിരിക്കും. കാരണം അത് ആ സബ്ജക്റ്റിൽ, അതുകൊണ്ട് ഈ കടയിലൊന്നും ഈ മരുന്നും ഇല്ല. തിരുവനന്തപുരത്ത് അന്വേഷിച്ച പാൻറ്റോത്തനിക് ആമസോണിൽ മാത്രമേ കിട്ടുള്ളൂ. ഉടൻ 1 മാസം കൊണ്ട് തന്നെ നിങ്ങളുടെ ഈ പ്രശ്നങ്ങളൊക്കെ തീരും. താങ്ക് യു. അടുത്തത് രാവിലെ, ഉച്ചയ്ക്ക്, വൈകുന്നേരം. അമിത തീവ്രമാണെങ്കിൽ 3 നേരം, അല്ലെങ്കിൽ ഡെയിലി 1. നിങ്ങളുടെ പുതിയ ഹോർമോണ് അണ്ടാശയത്തിലുണ്ടാവും. കഴിഞ്ഞ ദിവസം കോഴിക്കോട്ട് നിന്ന് കംപ്ലീറ്റ് ബ്ലഡ് പോകുന്ന ഒരു സഹോദരി, ഏറ്റവും വലിയ സമ്പന്നരാണ്, സ്ക്വാഡൻ ലീഡറാണ്. അങ്ങനെ അവര് ഈ B5 പാൻറ്റോത്തനിക്ക് കുറിച്ചോടുകൂടി അവരെ ബ്ലഡ്, അവരുടെ സഹോദരന്മാരൊക്കെ ഡോക്ടർമാരാണ്, അവർക്കൊന്നും കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. കുട്ടി ദുരിതടിച്ച് ബോംബെയിൽ പോയി ഓപ്പറേഷൻ ആണ്. അവസാനം ഈ പാൻറ്റോത്തനിക്ക് കൊടുത്തോടുകൊണ്ട് രോഗം ഏതാണ്ട് ഡോക്ടർ എൻ്റെ ജീവൻ രക്ഷപ്പെടുത്തി എന്ന് പറഞ്ഞ് എൻ്റെ ട്രസ്റ്റിലേക്ക് ഒരു 5000 റുപ്യയും തന്ന് ഒരു നന്ദി പറയാൻ വേണ്ടി വന്നിരുന്നത്. ഈ പാൻറ്റോത്തനിക്കാണ് ആ കുട്ടിയുടെ ഫുള്ള് ബ്ലഡ് പോവായിരുന്നു, ഈ താങ്ങാൻ പറ്റുന്നില്ല ഒരു പെൺകുട്ടിക്ക്. അപ്പോൾ ഈ മരുന്നിന്റെ, ഈ വിറ്റാമിന്റെ അഭാവം കൊണ്ടാണ് ടീച്ചറെ ഈ പ്രശ്നം. താങ്ക് യു. ഇനി അല്ല, കുറച്ച് ചോദ്യങ്ങൾ എന്നെ ചോദിക്കണമെന്നില്ല, അത്രയും പ്രഗത്ഭന്മാരോട് ചോദിച്ചാൽ മതി. സർ പ്ലീസ് പറഞ്ഞോളൂ, ഒന്ന് മുമ്പിലേക്ക് വരും.
സ്ഥലത്തുള്ള പ്രശ്നങ്ങൾ സാറ് നേരത്തെ പറഞ്ഞു ആന്റിബയോട്ടിക്സ് കഴിക്കുമ്പോഴാണ് രോഗം മാറുന്നത്. അതിന് കാരണം ബാക്ടീരിയ നശിക്കുന്നത് നമ്മുടെ ആന്റിബയോട്ടിക്സ് നശിക്കുന്നത് ബീച്ചുകളായിട്ട് മാറും. അപ്പൊ എല്ലാം നശിക്കുന്നതുകൊണ്ടാണ് രോഗം മാറുന്നത്. പക്ഷെ അൾട്ടിമേറ്റ് സ്റ്റേജിൽ എത്തുമ്പോൾ ഡോക്ടർമാർ പറയും ഈ കുട്ടിക്ക് ഇനി ന്യൂമോണിയ രക്ഷയില്ല, ആകെ ഭീതിപ്പെടുത്തും, വേറെ പോകാൻ വേറെ ഒരു നെക്സ്റ്റ് ഓപ്ഷൻ. അപ്പൊ എല്ലാ സ്ഥലത്തും ഇതിന്റെ അവയർനെസ് ഇതിന് സംശയം ഉണ്ടെങ്കിൽ ഇങ്ങനെ ആശ്വാസകരമായ വാക്കുകൾ ലഭിച്ചു അതിലേക്ക് പോകാൻ പറ്റും. അല്ല, തീർച്ചയായിട്ടും ഞാൻ ഒരു കാര്യം പറയട്ടെ. അലക്സാണ്ടർ ഫ്ലെമിംഗ് എന്ന ശാസ്ത്രജ്ഞനാണ് 1905 ആന്റിബയോട്ടിക് കണ്ടുപിടിച്ചത്. അയാളത് പ്രകൃതിനടുത്ത് ഇപ്പൊ മുഴുവൻ കെമിക്കലായി. ഞാൻ എഴുതി കൊടുക്കണം അമോക്സിലിനും ഇതൊക്കെ ഞാൻ എഴുതണം, എല്ലാ പെൻസിലിനും ഒക്കെ. പക്ഷേ നമ്മൾ ഈ തിയറിയും പ്രാക്ടിക്കൽ എന്ന് പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു എമർജൻസി സ്റ്റേജിൽ ഒരാളുടെ ജീവൻ രക്ഷിക്കാൻ ചിലപ്പോൾ ആന്റിബയോട്ടിക് ഞങ്ങൾക്ക് കൊടുക്കേണ്ടി വരും. അതേസമയം പ്രകൃതിദത്ത ആന്റിബയോട്ടിക്കാണ് കറിവേപ്പിലയും വേപ്പിൻ്റെ ഇലയും വെളുത്തുള്ളിയും ഉള്ളിയൊക്കെ പ്രകൃതിദത്ത ആന്റിബയോട്ടിക്കുകളാണ്. പക്ഷേ വിറ്റാമിൻ സി, ചെറുനാരങ്ങ, ഓറഞ്ച് ഇതൊക്കെ പ്രകൃതിദത്താണ്. പക്ഷെ നമ്മളൊരു എമർജൻസി ഒരാളുടെ ജീവൻ രക്ഷിക്കേണ്ട ഒരു ഘട്ടത്തിൽ ഞങ്ങൾ എമർജൻസി മെഡിക്കൽ മാനേജ്മെന്റ് എന്നൊരു ആ സമയത്ത് ഇപ്പൊ നിങ്ങൾ പറഞ്ഞ പോലെ ആന്റിബയോട്ടിക്, സർജറി, ഞാൻ അലോപ്പതി വിദഗ്ധനും കൂടിയാണ്. എൻ്റെ 7 ഡിഗ്രി അലോപ്പതിയിലാണ്, 2 PhD അലോപ്പതിയിലാണ്. അതുകൊണ്ട് കാരണം നിങ്ങളൊരു 50 നില മുകളിൽ നിന്ന് വീണു, നിങ്ങളുടെ നെഞ്ഞത്ത് കൂടെ ഒരു വാഹനം കയറി, നമ്മുടെ നാച്ചുറോപ്പതി പറ്റും, അക്യുപഞ്ചർ പറ്റും, സിദ്ധ പറ്റും, യുനാനി പറ്റും, ഏതെങ്കിലും അരിഷ്ടം കൊണ്ട് ഒഴിഞ്ഞാൽ പറ്റും. ആ സമയത്ത് മോഡേൺ മെഡിസിൻ വേണം. 1947 ഏലിയോഡ്സ് എന്ന് പറഞ്ഞ ഈ പാമ്പ് എന്ന് പറഞ്ഞ സ്റ്റെതസ്കോപ്പ് കണ്ടുപിടിച്ചത്. അന്ന് മുതൽ ഈ അലോപ്പതിക്ക് അതിൻ്റെതായ, പക്ഷേ ഇതിൽ കള്ളനാണയങ്ങൾ കീറിയത് കൊണ്ടാണ് അലോപ്പതിയിൽ ഇത്ര ദൂഷ്യം വന്നെന്നാണ് എൻ്റെ പഠനം. ഇതിന് അച്ഛനും അമ്മയ്ക്കും സ്ത്രീധനം വാങ്ങാനും മക്കളുടെ മുമ്പിൽ ഡോക്ടർ എന്നുള്ള പദവി കിട്ടാനും കോടികൾ സമൂഹത്തിൽ പേരും നിലയും ബഹുമാനിക്കാനും വേണ്ടി അച്ഛനമ്മമാരെ ഇഷ്ടമില്ലാതെ മക്കളെ MBBS പഠിപ്പിക്കുന്നുണ്ട്. BDS ഇഷ്ടമില്ലാതെ പേരിന്റെ പിന്നിൽ ഡോക്ടർ. ഞാൻ തെക്കൻ കേരളത്തിൽ സ്ത്രീധനം വാങ്ങാൻ വേണ്ടി മാത്രം ചിലർ ഡോക്ടർമാരായിട്ട് സ്ത്രീധനം ഡോക്ടർ, എഞ്ചിനീയർ, വക്കീൽ കോട്ട വെച്ചിരിക്കുക. ഞാൻ ഇത് പഠിച്ചപ്പോൾ മനസ്സിലാക്കിയ ഒരു കാര്യമാണ്. അപ്പോൾ ഈ താല്പര്യമില്ലാത്ത ഡോക്ടറായി നടപ്പോൾ നമ്മുടെ രാജ്യത്തിന്റെ ശാപം. ഞങ്ങളെ പോലെ ഡെഡിക്കേറ്റഡ് ആയി മനുഷ്യവംശത്തെ രക്ഷപ്പെടുത്താൻ ഒരാളും തയ്യാറില്ല. എത്ര സമ്പാദിക്കുക, എത്ര പേഷ്യന്റിനെ കിട്ടും, എത്ര കാറ് വാങ്ങാം, ബിൽഡിംഗ് കെട്ടാം, സ്ത്രീധനം എത്ര വാങ്ങാം, സ്വർണ്ണം എത്ര വാങ്ങാം, ഇതൊരു സത്യമാണ്. നമ്മുടെ രാജ്യം വൈദ്യശാസ്ത്ര രംഗത്ത് വഷളാവാൻ കാരണം അതാത് രംഗത്ത് പാഷൻ ഇല്ലാത്ത, താല്പര്യമില്ലാത്ത കുറെ കള്ളന്മാരെ, ഡൂബിയസ്, അവർ കയറിക്കൂടി. അത് മാതാപിതാക്കൾക്ക് ഇഷ്ടമല്ല. മകന് ഫുട്ബോളിൽ റൊണാൾഡോയെ പോലെ അവനെ പിടിച്ചിട്ട് ഈ ആട്ടുകാരനെ പിടിച്ച് നെയ്ത്തുകാരനാക്കിയതാണ് നമ്മുടെ രാജ്യത്തിന്റെ ശാപം. അതുകൊണ്ടാണ് ഡോക്ടർമാരും വക്കീലൊന്നും ഷൈൻ ചെയ്യാത്തതിന്റെ കാരണം. ഇത് എൻ്റെ ഒരു പഠനമാണ്. പ്ലീസ് പറഞ്ഞോളൂ. അപ്പോൾ അവരെ ഫീച്ചർ നോക്കുമ്പോൾ ഒരുപാട് കോംപ്ലിക്കേഷൻ ഈ ഗ്യാസ്ട്രോ എൻട്രോളജിസ്റ്റ് സിഗ്മോസ്കോപ്പി ചെയ്തിട്ട് പറഞ്ഞു വൻകുടൽ പകുതിയിലധികം ക്യാൻസറാണ് നശിച്ചിട്ടുണ്ട്. ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള വൻകുടൽ വെച്ചിട്ട് അതിന് ക്രോൺസ് എന്നാണ് പറയുക. ആ രോഗത്തിന് ക്രോൺസ് എന്റെ മേഖലയാണത്. തിരുവനന്തപുരത്ത് സർജറി ഉണ്ട്. മുറിച്ചിട്ട് ഇവിടെ ഞങ്ങളൊരു പാത്രം വെച്ച് കൊടുക്കും. ഇവിടെ മുറിക്കുക, എന്നിട്ട് ഒരു സാധനം വെച്ച് കൊടുക്കുക. അപ്പം മലന്തില വന്ന് വീഴും. അതല്ലാതെ ഒരു പരിധി കഴിഞ്ഞാൽ ഈ സർജറി അല്ലാതെ വേറെ ഒരു വഴിയില്ല. ഞാൻ കൃത്രിമമായിട്ട് കുടലുണ്ടാക്കാൻ നോക്കി, അത് വിജയിച്ചില്ല. ഞാൻ ഒരു കുട്ടിക്ക് നോക്കി, അവസാനം തിരുവനന്തപുരത്ത് സർജറി ചെയ്യേണ്ട. ഞാൻ പഠിച്ച പണി 1 മാസം കുട്ടിക്ക്. പക്ഷേ ആദ്യത്തെ 15 ദിവസം വിജയി കൃത്രിമമായിട്ട്. കുട്ടി പിന്നെ ഉണക്കമീനും വറുത്തമീനും തിന്നാൻ ഇഷ്ടമുള്ള ആളാണ്. ഈ ക്രോൺസിന് മീൻ പറ്റില്ല. ആ കുട്ടി ഇത് തിന്നാൻ തുടങ്ങി. കുട്ടി വഷളായി. കുട്ടിയെ ഞാൻ കോഴിക്കോടൊപ്പം ഒരു പാത്രം വെച്ചിട്ട് നടക്കുകയാണ്. ഇവിടെ ഒരു സഞ്ചി ആരും അറിയാതെ. അതാണ് ക്രോൺസ്. അപ്പോൾ ഇത് നമ്മളെ ഗതി കെട്ട അലോപ്പതിയെ പറ്റും. ഗതി കെടാത്തവന് നാച്ചുറോപ്പതിയും ഈ ചികിത്സകൾ. എൻ്റെ ഒരു പഠനമാണ്. ഞാൻ ഒരു സിസ്റ്റത്തിനെതിരല്ലേ. ഞാൻ ആദിവാസി വൈദ്യത്തെ അടക്കം ബഹുമാനിക്കുന്ന ആളാണ്. അതെ, അല്ല സാറ് അല്ലല്ല ഞാന് നിങ്ങൾ പലതിനെയും വിമർശിക്കാം. ഞങ്ങൾക്ക് വിമർശിക്കുമ്പോൾ കുറച്ച് ലോജിക്കലല്ലേ പറ്റും. അതെ അല്ല അതല്ല, ഒരു എമർജൻസി സിറ്റുവേഷനിൽ ഞങ്ങളൊക്കെ ഇപ്പൊ എൻ്റെ അടുത്ത് പൂനെന്ന് 20-ാം നിലയിൽ നിന്ന് ഒരുത്തം വീണു. നട്ടല് മുഴുവൻ ഒടിഞ്ഞിട്ടുണ്ട്. അമ്മയും കുറെ ആളുകൾ ഉരുട്ടി കൂട്ടിയിട്ട് ഒരു ചങ്ങായി എൻ്റെ ആംബുലൻസ് കൊണ്ടു. ഓരൊക്കെ കൂടി 20-ാമത്തെ നിലയെന്നാ പോകുന്നത്. ജീവൻ ഉണ്ടെങ്കിൽ നിങ്ങൾ പറയും അവിടെ എന്ത്. ഞാൻ വേഗം ഒരു 5 ലക്ഷത്തിന്റെ ബാക്ക്ലോഫിൻ പമ്പ് സർജറി ഇവിടെ പൊളിക്കുക, ഒരു പമ്പ് വയ്ക്കുക, നട്ടലിൽ കൂടെ കയറ്റുക, അങ്ങനെ 2-3 പേർക്ക്. ആ സമയത്ത് അവന്റെ ജീവൻ, അവൻ എണീറ്റ് ഓടുകയൊന്നുമില്ല. പക്ഷെ അവന്റെ ജീവൻ രക്ഷിക്കാൻ നമുക്ക് അലോപ്പതിയിൽ ചില കാര്യങ്ങൾ. അതേസമയം മറ്റ് ചികിത്സാ രീതിയിൽ ഈ നേരത്തെ പറഞ്ഞ പോലെ ഒരു എമർജൻസിയിൽ ഒരുപാട് പരിമിതിയുണ്ട്. അവിടെ ഈ ബാക്ക്ലോഫിൻ പമ്പും. അപ്പൊ നമ്മൾ മറ്റ് സിസ്റ്റങ്ങളെ മുഴുവൻ പരിഹസിക്കരുത്. ചില ഘട്ടങ്ങളിൽ ജീവൻ രക്ഷിക്കാൻ നിങ്ങൾ ആന്റിബയോട്ടിക്കിന്റെ കാര്യം പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഒരാളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി പലതും ചെയ്യും. അതാ നല്ല മനസ്സുകൊണ്ടാണ്. അല്ലാതെ അലോപ്പതിയെ സപ്പോർട്ട് ചെയ്യുന്നത് ആയുർവേദം. ചിലപ്പോൾ ഒരു അക്യുപഞ്ചർ ഒരാളുടെ തലവേദന 25 കൊല്ലമുള്ളത് ഒരു സൂചിയില ഭേദമായി.
എൻ്റെ നാട്ടിലൊരു കുട്ടിക്ക് 20 കൊല്ലമായിട്ട് ആ കുട്ടിക്ക് ലോകത്തെ എവിടെയില്ല ഒരൊറ്റ സൂചി അക്യുപഞ്ചറിൽ കൊടുത്തോട് പോയി. യു ആർ വണ്ടർഫുൾ ട്രീറ്റ്മെന്റ്, ഞാൻ രക്ഷപ്പെട്ടെന്ന് പറഞ്ഞു. അപ്പൊ ഏത് ചികിത്സ കൊണ്ടാണ് ഒരാൾ രക്ഷപ്പെടുന്നത് പറയാൻ പറ്റില്ല. അതുകൊണ്ട് അക്യുപഞ്ചർ മോശം പറയാൻ പറ്റും, യുനാനി മോശം പറയാൻ പറ്റും, സിദ്ധ മോശം. അതുകൊണ്ട് നമ്മൾ മറ്റുള്ള സിസ്റ്റത്തെ ബഹുമാനിക്കണം. സർ, എ കമ്മിറ്റഡ് ഡോക്ടർ, സാറിന് എ കമ്മിറ്റഡ് ഡോക്ടർ ഓർ ഹീലർ ലൈക്ക് യു മസ്റ്റ് എക്സ്പ്ലോർ ആൾ അവന്യൂസ് ടു പ്രൊവൈഡഡ് മാക്സിമം റിലീഫ് ടു ദ ക്ലയന്റ്. നിങ്ങൾ നിങ്ങളുടെ സിസ്റ്റം മാത്രം തരാം, അതിന് എക്സ്പ്ലോർ ദ ആൾ അവന്യൂസ്. നിങ്ങൾ എല്ലാ വഴികളും തരണം. അല്ലാതെ എന്റെ സിസ്റ്റം മാത്രം ഞാൻ ഞാൻ 1-ാം ക്ലാസ്സിലാന്ന് എവിടെ ചെന്നാലും പറയില്ല. ഇല്ലെങ്കിൽ ഇപ്പൊ ഇവിടെ വരുള്ളൂ. ഇപ്പോഴും 1-ാം ക്ലാസ്സിലാന്നാ പറയില്ല, കാരണം ഇനി 2ലേക്ക് പോവുകയാണ് ഇത്രയും പഠിച്ചിട്ട്. അപ്പൊ ഈ ഒരു കാഴ്ചപ്പാടാണ് എനിക്ക്. അയ്യേ, അത് ഞാൻ ലോകത്തിലെ ഇത്രയും ശുദ്ധമായ പ്യുവറായ ദൈവികമായ ഏറ്റവും വലിയ ദൈവമായിട്ടുള്ള പ്രകൃതിയുടെ നമ്പർ 1 ചികിത്സ നാച്ചുറോപ്പതി തന്നെയാണ്. പക്ഷേ ഒരു എമർജൻസി മെഡിക്കൽ മാനേജ്മെന്റിൽ നമുക്ക് മറ്റു പല സിസ്റ്റം അപ്ലൈ ചെയ്യേണ്ടി വരും. ഒരാളെ ജീവൻ രക്ഷിക്കേണ്ടി. ആ സമയത്ത് നമ്മൾ പ്രകൃതി ചികിത്സയിലേക്ക് പോയാൽ അല്ല അതെ സാർ, അത് ഞാൻ അല്ല, അതിന് 100-80 പേര് ഇപ്പൊ ഡൂബിയസ് എന്ന് ഞാൻ പറഞ്ഞല്ലോ. എന്റെ ശിഷ്യന്മാരൊക്കെ വരുന്നത് കൈക്കൂലിയും കമ്മീഷൻ. എത്ര രൂപ മാസം സാർ ഇത്രയും വരുമാനം ഉണ്ടാക്കാം അമേരിക്കയിൽ പോയി. ഞങ്ങൾക്ക് ഡോക്ടർ ആയാലേ ഇത് പറ്റും. പണമോഹം കൊണ്ടാണ് പലരും ഡോക്ടർ വന്നത്. 3.7 ക്രിയാറ്റിന് 2.1 അപ്പോഴത്തേന് കിഡ്നി പോയത് മകളെ നേഴ്സ് പറഞ്ഞു. കിഡ്നി രോഗത്തിന് മരുന്ന് കണ്ടുപിടിച്ച ആളാ ഞാൻ, പ്രകൃതിയിൽ എഴുതും. അല്ല, അപ്പൊ അത് കേട്ടപ്പോ കിഡ്നിക്ക് ക്രിയാറ്റിന് യൂറിയും കുറയ്ക്കാനുള്ള പ്രധാന മരുന്നാണ് നാടൻ പടവലിഞ്ഞ. ഇത് എപ്സം സാൾട്ട്, മാഗ്നീഷ്യം സൾഫേറ്റ് എടുത്ത ആ രോഗിക്ക് 3 ഘട്ടം വരെ 3, 4, 5 തവണ പടവലഞ്ഞ ചൊരയ്ക്ക, ക്ഷമാമ്പഴം, നമ്മുടെ ചൊറിയണം, കടിത്തുക നെറ്റിൽ, ഇതിട്ട് വെള്ളം കുടിച്ചാൽ അപ്പൊ കിഡ്നി രോഗം റിവേഴ്സ് ആവും. ഞങ്ങൾ പടവലങ്ങ സ്റ്റീം ചെയ്ത് കഴിക്കണം കിഡ്നി രോഗികളാ. അത് മാഗ്നീഷ്യം സൾഫേറ്റ്. അല്ല, ഇനിയിപ്പോ ഇത് ഒരു മോഡേൺ മെഡിസിന്റെ ഡോക്ടർ വന്ന് ഇതൊക്കെ ഇപ്പൊ ഇവിടെ ആരെങ്കിലും അറിയാം, ഇയാളിപ്പോ ഇതാ പഠിപ്പിക്കും. പക്ഷേ ഇത് പ്രകൃതിയിൽ മരുന്നുണ്ട്. പക്ഷേ ഈ 5-ാമത്തെ ഘട്ടത്തിൽ 2 കിഡ്നി 100% പോയാൽ ഞാൻ ഈ പടവലങ്ങ കൊടുത്തിട്ട് എന്താ ചെയ്യുക? അപ്പൊ കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്യണം. ബന്ധുക്കളുണ്ടെങ്കിൽ ഞാൻ ഫ്രീ ആയിട്ട് പലർക്കും ചെയ്തു കൊടുക്കുന്നുണ്ട്. അതുപോലെ CKD, നമ്മള് ഡയാലിസിസ് മാസം 3 തവണ CKD പെരിറ്റോണിയൽ ഇത് ഒരു പരിധി കഴിയുമ്പോൾ നമ്മൾ അലോപ്പതിയിലേക്ക് പോവുകയാണ്. പക്ഷെ 3 ഘട്ടം വരെ ഈ ഭക്ഷണത്തിന് ചൊരയ്ക്ക എഴുതിക്കൊള്ളു. ക്ഷമാമ്പഴം, ചൊറിയണം, കടിത്തൂവട്ടിട്ടുള്ള വെള്ളം, ഉടൻ ക്രിയാറ്റിന് യൂറിയും കുറയും. വേവിച്ച വെള്ളം. ഈ ചൊറിയണം എന്ന് പറഞ്ഞ കടിത്തൂവയ്ക്ക് ഭയങ്കര പവർഫുൾ ആണ് ക്രിയാറ്റിൻ. ചൊടിത്തൂവ, യെസ്. ഇത് ഞങ്ങള് കിഡ്നി ഡിസീസിന് ഞങ്ങള് ഈ കിഡ്നിയുടെ ഏത് പ്രശ്നവും 3 ഘട്ടം വരെ 4ഉം 5ഉം കീൻ ടഫ് സ്റ്റേജ് ആണ്. കുടിത്തുക, യെസ്. നെറ്റിൽ, ഐ ഡോണ്ട് നോ യുവർ കടിത്തു, നെറ്റിൽ ഇത് വെള്ളത്തിലിട്ട് പുടുങ്ങിയിട്ട് വെള്ളം കുടിച്ചാൽ ക്രിയാറ്റിന് യൂറിയ റിവേഴ്സ് ആവും. ഇത് പ്രകൃതിയുടെ പരിഹാരം. സാർ എന്താ ചോദിച്ചോളൂ, വേറെ ഇരുന്ന് ചോദിക്കും. ചൊറിയണം നെറ്റിൽ, അതൊക്കെ വെള്ളം കുടിക്കുക, അതൊക്കെ വെള്ളം ബോയിൽ ചെയ്ത് കുടിക്കുക. ക്ഷമാമ്പഴം ജ്യൂസ് അടിച്ച് കഴിക്കുക. ഇത് കുറയുന്നുണ്ട്, ഈ വലിപ്പമുണ്ട്. അത് ക്ഷമാമ്പഴം, വൃക്കപ്പഴം എന്നൊക്കെ പാലക്കാട് പറയുന്നു. ഇത് വളരെ റിവേഴ്സ് ചെയ്യുന്നുണ്ട് ഞങ്ങളുടെ പഠനത്തിൽ. ഇത് ഇരിക്കും. വലിയൊരു ചോദ്യം ചോദിച്ചു. ഞാനൊരു ഗവേഷണത്തിന് പോയി. ഗാൾ ബ്ലാഡറിലെ കല്ല് ഇന്നലെ എൻ്റെ ഒരു ഡോക്ടർ കിഡ്നി കല്ലിന് 70,000 കൊടുത്തിട്ട്, എൻ്റെ ഡോക്ടർ, ഞാൻ ഡോക്ടറേറ്റ് കൊടുത്ത ഡോക്ടർ, ഈ വിദ്വാൻ കിഡ്നിയിലെ കല്ല്, ഗാൾ ബ്ലാഡറിലെ കല്ല്, സ്പ്ലീനിലെ കല്ല്, മൂത്രസഞ്ചിയിലെ കല്ല്, ഈ കല്ലിനുള്ള 700 കൊല്ലങ്ങൾക്ക് മുമ്പ് തന്നെ ഒരു വിദ്വാൻ കണ്ടുപിടിച്ചിരുന്നു. ബീറ്റ്റൂട്ട് ജ്യൂസ്, ഫ്രഷ് ബീറ്റ്റൂട്ട് ജ്യൂസ് 3 തവണ കഴിച്ചാൽ ഈ കല്ല് പൊടിയും. അങ്ങനെ ബാംഗ്ലൂർ ഹൈക്കോടതി ജഡ്ജിയുടെ 5 ലക്ഷം ഓപ്പറേഷൻ ഞാൻ ബീറ്റ്റൂട്ടിൽ മാറ്റി പറഞ്ഞ എന്നെ ഹോസ്പിറ്റലിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. അയാൾ പിന്നെ എനിക്ക് വെബ്സൈറ്റ് ഉണ്ടാക്കാനുള്ള കാശൊക്കെ ജഡ്ജി തന്നു. പക്ഷെ അദ്ദേഹത്തിന്റെ രോഗം ഭേദമായത് ബീറ്റ്റൂട്ട് ജ്യൂസ് കഴിച്ചിട്ടായിരുന്നു. ഈ ബീറ്റ്റൂട്ടിനെ ഈ കല്ലിനെ പൊടിക്കാനുള്ള അപാര കഴിവുണ്ട്. അതൊക്കെ കറക്റ്റ്. പിന്നെ നിങ്ങളിപ്പോൾ വേറെ എന്തോ ചോദിച്ചു, അതും കാര്യമുണ്ട്. അപ്പം യെസ് കറക്റ്റാ. ഈ ബീറ്റ്റൂട്ട് ഒരു അത്ഭുതം ഭക്ഷണം, അത് ജ്യൂസ് അടിച്ച് കഴിച്ചാൽ നമ്മുടെ എല്ലാ കല്ലും, പ്രത്യേകിച്ച് നമ്മുടെ ഗാൾ ബ്ലാഡറിലെ കല്ലൊക്കെ വേവ് പൊടി. ഇതിനകത്ത് ഒരു കാര്യം നാച്ചുറൽ പറയാതിരിക്കാൻ പറ്റില്ല. നമ്മൾ സൂചിപ്പിക്കാറുണ്ട്. ഇപ്പൊ മെനോപോസിന്റെ കാര്യം പറഞ്ഞില്ലേ, ഈ രോഗത്തിന്റെ എല്ലാ 50% അല്ല 90% പ്രോട്ടീൻ അലർജിയാണ്. ഈ പ്രോട്ടീൻ സാധനമില്ലേ, അങ്ങോട്ട് മാറ്റിയിട്ട് അയൺ ഫൈബർ റിച്ച് സാധനം കൊടുത്ത അന്നേരം ഇതെല്ലാം പ്രോട്ടീൻ അലർജിയെ പറ്റി. അലർജി പറഞ്ഞാൽ IgE, ബ്ലഡിന് അലർജി കൂടുന്നുണ്ട്. അതിന് ചെറിയ ഉള്ളിയും വലിയ ഉള്ളിയും ഞാൻ കൊടുക്കുക. ഈ IgE കൂടിയ മാനസിക രോഗം വരും, ബ്രെയിൻ ഫോഗ്. നിങ്ങളുടെ ഒക്കെ ബ്ലഡിൽ നിങ്ങൾക്ക് ആരെങ്കിലും ഇരിക്കപ്പുറത്തില്ലായ്മ ഇടയ്ക്കിടയ്ക്ക് കണ്ടെന്ന് വെള്ളം മുട്ടുകയോ സങ്കടപ്പെടുകയുണ്ടെങ്കിൽ IgE കൂടുതലായിരിക്കും. അത് 150 കൂടിയ അപകടമാണ്. ബ്രെയിൻ ഫോഗ്, സങ്കടം, ആത്മഹത്യാ പ്രവണത. ഇതിൻ്റെ ഒക്കെ ആത്മഹത്യാ പ്രവണത പ്രധാന കാരണം ഈ IgE കൂടിയത്. അത് കണ്ടെത്തിയത് ഞാനാ.
നമ്മുടെ കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ. അവരപ്പോൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത കാണാൻ ചിക്കനോ മട്ടനോ ഏതെങ്കിലും ഫർമോലിൻ അടിച്ച മീനോ തിന്നുണ്ടാവും. IgE 2000-ന്റെ മുകളിൽ അയാൾ അപ്പം ആത്മഹത്യ ചെയ്യാതെ പ്രവണത വരും. IgE നിങ്ങളുടെ മുമ്പിൽ ആത്മഹത്യാ കേസ് കൊണ്ട് വന്നാൽ അപ്പം IgE ടെസ്റ്റ് ചെയ്യണം. ഒരാൾ സ്ഥിരമായിട്ട് കരയുകയാണെങ്കിൽ IgE ടെസ്റ്റ് ചെയ്യണം. സങ്കടം 150 80 ഞങ്ങളുടെ പറഞ്ഞത് 150 വരെ കാണാം. എനിക്ക് കിട്ടിയ ഒരു കേസ് 4000 5000 ആയിരുന്നു ഇപ്പൊ കിട്ടുന്ന കേസുകളൊക്കെ. അതിന്റെ പ്രധാന കാരണം ബ്രോയിലർ ചിക്കനും ഈ വറുത്ത മീനും ഫർമോലിൻ അടിച്ച മാംസാഹാരമാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു കുട്ടി എൻ്റെ അടുത്ത് വന്നിരുന്നു. ആ കുട്ടി മണ്ണാർക്കാട് നിന്ന് എന്തോ ഒരു കടയിൽ നിന്ന് ഷവർമ കഴിച്ചു. അന്ന് മുതൽ കുട്ടിക്ക് പ്രശ്നമായി. ബുദ്ധിയും ബോധമൊക്കെ ഒരു ഈ ഡോക്ടർ അത് കൈകാര്യം ചെയ്തു. ഷവർമ തിന്നതാണ് ബ്രോയിലർ. ആ ഒരു മാസത്തോളം ഫ്രിഡ്ജിൽ വെച്ച ചിക്കനായിരുന്നു കാരണം. ചെറിയ ഉള്ളി, വലിയ ഉള്ളി, വെളുത്തുള്ളി ആഴ്ചയ്ക്ക് ഒരു തവണ കൃമിശല്യം. ഇവർക്ക് കൃമി കൂടുതലായിരിക്കും. ഈ ഉള്ളിവർഗവും ചെറുനാരങ്ങി സിട്രസ് ഫ്രൂട്ട്സും കഴിച്ചാൽ IgE കുറയും. ചോദിക്കണം വണ്ണം കൂട്ടണം. വണ്ണം കൂട്ടണമെങ്കിൽ ആദ്യം സാറ് 2 ടെസ്റ്റ് എടുക്കണം. അല്ല ബ്ലഡ് ടെസ്റ്റ്, പ്രോട്ടീൻ, HDL, കൊളസ്ട്രോൾ, റാൻഡം ഗ്ലൂക്കോസ് ചെയ്തു. എന്നിട്ട് എന്നെ വിളിക്കും. അതിന്റെ റൂട്ട് കോസ് പ്രോട്ടീൻ, ആൽബുമിൻ, ഗ്ലോബുലിൻ, HDL, കൊളസ്ട്രോൾ, റാൻഡം ഗ്ലൂക്കോസ്. ഇത് 3 എടുത്തിട്ട് എന്നെ വിളിച്ചാൽ വണ്ണം കൂട്ടാനുള്ള കാരണം. അത് താങ്കൾക്കാണോ വണ്ണം കൂടേണ്ടത്? 3 കിലോ കൂട്ടണം സാർ. അതിന് ആദ്യം ഭക്ഷണത്തിൽ 2 ഏത്തപ്പഴം, 2 കോഴിമുട്ടി, ബദാം പരിപ്പ്, അണ്ടിപ്പരിപ്പൊക്കെ തിന്നുക. ഇത് 3 അങ്ങേക്ക് കുറവായിരിക്കും. ഇത് കുറയുന്നതും വണ്ണവും തമ്മിൽ ബന്ധം. HDL നല്ല കൊഴുപ്പ്, HDL കൊളസ്ട്രോൾ. അല്ലല്ല, അത് സാറിന് LDL ആവും. HDL ഉണ്ടാവും, ഉറപ്പാണോ? HDL നല്ല കൊഴുപ്പ്. പിന്നെ പ്രോട്ടീനോ ആൽബുമിനും ഗ്ലോബിനും ശരി നോക്ക്. റാൻഡം ഗ്ലൂക്കോസ് എടുത്തിട്ട് എന്നെ ഡോക്ടർ ശാസ്ത്രജ്ഞൻ നിന്ന് വിളിക്കും. പറയൂ മാഡം. അല്ല അപ്പൊ അവർക്കത് ചെയ്യാം. പക്ഷെ അതിന്റെ ഈ പ്രധാന കാരണം കാൽസ്യത്തിന്റെയും മാഗ്നീഷ്യത്തിന്റെയും വിറ്റാമിൻ ഡിയുടെയും കുറവാണ് പോട് വരാൻ. കാൽസ്യം ആഗിരണം ചെയ്യണമെങ്കിൽ മാഗ്നീഷ്യം വേണം. അതുപോലെ ഈ വിറ്റാമിൻ D1 D2 സൂര്യപ്രകാശം, ഇത് 3 കുറയുമ്പോഴാണ് പല്ലിന് പോട് വരും. അതിന് പാൽ ഉൽപ്പന്നങ്ങൾ നല്ലോണം കഴിക്കുക. മാഗ്നീഷ്യം ഇറങ്ങി ബദാം പരിപ്പ്, അണ്ടിപ്പരിപ്പ്, ഹാൻഡ് മെയ്ഡ് ചോക്ലേറ്റ്, പച്ചപ്പുല്ല് തിന്നുന്ന പശുവിന്റെ പാല്, എരുമട പാല്, ഇതിലൊക്കെ മാഗ്നീഷ്യം. നല്ല MDS കഴിഞ്ഞ നല്ല വിദഗ്ധനായിരിക്കണം. ഏത് കാര്യം ഡോക്ടർമാരെ, ഒരു ഡോക്ടറെ കാണാൻ പോകുമ്പോൾ 100 തവണ ചിന്തിക്കണം. ഒരു വക്കീലിനെ കാണാൻ പോകുമ്പോൾ 100 തവണ ചിന്തിക്കണം. ഒരു അധ്യാപകന്റെ അടുത്ത് പഠിക്കാൻ പോകുമ്പോൾ 100 തവണ ചിന്തിക്കണം. ഇല്ലെങ്കിൽ പെടും. അതിന് പണ്ട് മുത്തശ്ശി വൈദ്യം, മുത്തശ്ശിയുടെ കൃമിശല്യത്തിന് കൊടുത്തിരുന്നത് മഞ്ഞൾപ്പൊടിയും കുരുമുളകും ഏലക്കയും ഗ്രാമ്പും ഒക്കെ ഇട്ടിട്ട് പണ്ട് മുത്തശ്ശി വൈദ്യം ഉണ്ടായിരുന്നു. അതന്നെയാണ് ഫസ്റ്റ്. പണ്ട് മുത്തശ്ശിമാർ, ഇപ്പൊ മുത്തശ്ശിയില്ല, മുത്തശ്ശി വൈദ്യയിലെ അണുകുടുംബാണ്, ഫ്ലാറ്റിലെ താമസം, പച്ചവെള്ളം, അടുത്ത കൂട്ടുകാരും ചത്താൻ അറിയില്ല, നേരോ മൈൻഡഡ് ആയി, നമ്മൾ ഒരാളുടെ കാര്യം ചിന്തിക്കാൻ നേരില്ല. അവിടെയാണ് ഈ പ്രശ്നം. അല്ല പണ്ട് മുത്തശ്ശിമാരെ മുക്കിടിക്കഞ്ഞി, പാലക്കാടൊക്കെ പട്ടന്മാര് ഈ മഞ്ഞൾപ്പൊടി കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് കുരുമുളകൊക്കെ ഇട്ടിട്ട്, അതാണ് കുട്ടികൾക്കുള്ള. അതിനൊരു സൈഡ് എഫക്റ്റും ഇല്ല. ഇനിയിപ്പോ ഞാൻ എന്തെങ്കിലും മരുന്ന് പറഞ്ഞാൽ കൊടുക്കും ചെറിയ കുട്ടികൾക്ക്. സൈഡ് എഫക്ട്, ബാക്ക് എഫക്ട്. സർ കഴിഞ്ഞോ? ഇനി ഇവിടെയുള്ള വിദഗ്ധന്മാർക്കൊക്കെ ക്ലാസ് എടുക്കണ്ടേ? കഴിഞ്ഞു. ശരി ശരി, താങ്ക് യു. ഈ ക്യാൻസർ രോഗികൾക്ക് കീമോതെറാപ്പി കൊടുക്കുന്നതോടുകൂടിയാണ് ക്യാൻസർ രോഗികൾ മരിക്കുന്നത്. അതെ, കാരണം ആന്റിബോഡീസ് കംപ്ലീറ്റ് നശിച്ചു പോകും. അതെ, കരിഞ്ഞു പോവാണ്. അതെ, കരിഞ്ഞു പോയാൽ രോഗടിക്കാൻ ക്യാൻസർ രോഗങ്ങൾ മരിക്കില്ല. ഇല്ല. അല്ല ഞാൻ ഇപ്പൊ പറയണ എന്താ അറിയോ? നിങ്ങൾ മരിക്കാൻ വേണ്ടി ആശുപത്രി പോണ്ട, IICU ICU വെന്റിലേറ്ററിലിട്ട് ചാവണ്ട. നിങ്ങളുടെ മുത്തശ്ശിമാർ ആരെങ്കിലും മരിക്കാൻ കിടക്കുക വീട്ടിൽ നല്ല സ്നേഹവും വാത്സല്യമൊക്കെ കൊടുത്ത് ദൈവത്തോട് പ്രാർത്ഥിച്ച് ഭക്ഷണം കൊടുത്ത് നിങ്ങൾ ആശുപത്രിയിൽ കാശ് കൊടുക്കാതെ മരിപ്പിക്കണം എന്നാണ് എന്റെ ആഗ്രഹം. മരിക്കാൻ വേണ്ടി ലക്ഷങ്ങൾ എന്തിനെങ്കിലും മുടക്കണം. ആരെങ്കിലും ചാവാൻ വേണ്ടി വെന്റിലേറ്ററിൽ നമ്മൾ കൂടെ പണം വാങ്ങണം. ICU കയറ്റുന്നു, IICU കയറ്റുന്നു, 2-3 ലക്ഷം വാങ്ങണം. ഗതികെട്ട് മൂക്കത്ത് പഞ്ഞി വെച്ച്. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ പ്രായമുള്ളവരെ വീട്ടിൽ സ്നേഹിച്ച് ലാളിച്ച് വാത്സല്യം കൊടുത്ത മനുഷ്യാവകാശങ്ങൾ പാലിച്ച് മരിപ്പിക്കുക. ഒരു കാരണവശാലും സൂപ്പർ സ്പെഷ്യാലിറ്റിയിലും മൾട്ടി സ്പെഷ്യാലിറ്റിയിലും പ്രൈവറ്റ് ആശുപത്രികളിൽ പോകരുതെന്നാണ് എന്റെ വ്യക്തിപരമായ അഭിപ്രായം. ഒഫീഷ്യൽ അല്ല. അതെ, മരിക്കാനും വെന്റിലേറ്ററിലല്ലേ കൊണ്ടേ കിടത്തണം. അത് എന്തായാലും ഇവരൊക്കെ കൂടി പേടിച്ചിട്ട്. അതുപോലെ നിങ്ങളൊരു MRI സ്കാനിന് പോയി. അപ്പൊ നിങ്ങളെ സ്നേഹപൂർവ്വം നിങ്ങളുടെ മുത്തശ്ശിമാർക്കും അച്ഛന്മാർക്കും അമ്മമാർക്കൊക്കെ സ്നേഹിച്ച് വാത്സല്യം കൊടുത്ത് വീട്ടിൽ നല്ല സ്നേഹം കൊടുത്ത് മരിപ്പിക്കുക. അത് അവരുടെ ഒരു അവകാശമാണ്. ഈ ജയിലിന്റെ ഉള്ളിൽ കടന്നിട്ട് ചാവേണ്ട വല്ല കാര്യമുണ്ട്. വളരെ നന്ദി.